നമസ്കാരം. നമ്മളിപ്പോൾ ഒരു താറ് പരിചയപ്പെടാനായിട്ട് പോവാണ്. താറ് 3 ഡോർ ആണ്. 3 ഡോർ താറ് നമുക്കറിയാം. വണ്ടിഭ്രാന്തന്മാരുടെ ഒരു ആവേശമാണ്, വികാരമാണ്. 5 ഡോർ താറ് ഇറങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോൾ ഇച്ചിരി മാർക്കറ്റ് ഡിമ്മാണെങ്കിൽ പോലും 3 ഡോർ താറിന് അതിൻ്റേതായിട്ടുള്ളൊരു ഡിമാൻഡും സ്പേസും നമ്മുടെ മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഈ വാഹനം അത്യാവശ്യം നല്ല ഷോറൂം കണ്ടീഷനിൽ കിടക്കുന്നൊരു വാഹനമാണ്. അപ്പോൾ നമുക്കറിയാം റോക്സ് ആണെങ്കിലും താറാണെങ്കിലും അത്യാവശ്യം ബുക്കിംഗ് പീരീഡ് ഉള്ള വാഹനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ താറ് ഡീസൽ 2 വീൽ ഡ്രൈവ് മാനുവലാണ്. ഒറ്റ ഓപ്ഷനേ നമുക്ക് വരുന്നുള്ളൂ. 2023 വാഹനമാണ്. 2023 ലാസ്റ്റാണ്. 1 വർഷം പോലും ആയിട്ടില്ല വാഹനം രജിസ്ട്രേഷൻ ചെയ്തിട്ട്. നമുക്കറിയാം അത്യാവശ്യം ക്രോമ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മാനുവലി ഓപ്പൺ ചെയ്യുന്ന ഫ്യൂൽ ഓപ്പണിംഗ് ആണൊക്കെ വരിക. പിന്നെ അലോയ് വീല് കാര്യങ്ങൾ നമുക്ക് കാണാം. പിന്നെ ഇത് 2023 ആണ്. 10,000 കിലോമീറ്ററിൻ്റെ അടുത്തുപോലും ഈ വാഹനം ഓടിയിട്ടില്ല. ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 13,50,000 ആണ് ഇതിൻ്റെ ഒരു ആസ്കിങ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നെഗോഷ്യബിൾ ആണ്. പക്ഷെ എന്നാലും എന്താ പറയുക, താറിൻ്റെ 1 ഇയർ ആയിട്ടുള്ള ഈ വാഹനം എടുത്തിട്ട്. അപ്പം ഓബിയസ്ലി ഇത് വിൽക്കാനുള്ളൊരു കാരണം നിങ്ങൾക്ക് ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇൻസൈഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കാര്യങ്ങളിൽ കാര്യമായിട്ടുള്ള മാറ്റം പഴയ താറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരുന്നുണ്ട്. 1 hour മോഡ് ഐഡിയയിൽ കിടക്കുമ്പോഴത്തേക്ക് 1 hour കഴിയുമ്പോഴത്തേക്ക് ഇത് ഓഫ് പോകും. എനിക്കറിയില്ല കറക്റ്റ് എന്താണെന്ന്. പിന്നെ ഇത് ഹൈബ്രിഡ് ക്ലച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ ഓപ്ഷൻസ് എല്ലാം വർക്ക് ചെയ്യുന്നൊരു മോഡലാണ്. പലരും ഇതിലൊക്കെ ഡെഡ് സ്വിച്ച് ആയിട്ടായിരിക്കും നമുക്ക് വരിക. പക്ഷേ ഇതെല്ലാം വർക്കിംഗ് മോഡലാണ് വന്നേക്കുന്നത്. താറിൻ്റെ ഇൻസൈഡ് ഞാൻ പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇത് നോക്കുന്ന ആൾക്കാർക്ക് താറിനെ പറ്റി നല്ലൊരു ധാരണ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ കൂടുതൽ പറഞ്ഞ് നമ്മൾ കുഴപ്പിക്കുന്നില്ല. പലതും അൺബാക്ഡ് ആണ്. ഇതിൻ്റെയൊക്കെ കവർ കാര്യങ്ങൾ പോലും മാറ്റിയിട്ടില്ല. പിന്നെ ഇതൊരു ഹാർഡ് ടോപ്പാണ്. നമുക്ക് ഇതൊക്കെ ഇളക്കി വെച്ച് വേണമെങ്കിൽ ട്രാവൽ ചെയ്യാം. പക്ഷേ MVD നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ ORBM മിറർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ORBM ആണ് വരുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ വരുന്നത്. ഓട്ടോ ഫോൾഡിങ് നമുക്ക് വരത്തില്ല. ORBM മിററാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പവർ വിൻഡോയുടെ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. 3 ഡോർ ആയതുകൊണ്ട് തന്നെ 2 പവർ വിൻഡോ നോക്കിയിട്ട് വരുള്ളൂ. സൺ ഫിലിം കാര്യങ്ങളൊക്കെ ഓൾറെഡി വന്നിട്ടുള്ളതാണ്. അത് അതിൻ്റെ നോംസ് അനുസരിച്ച് ചെയ്തിട്ടുള്ളൊരു വാഹനം തന്നെയാണ്. പിന്നെ നമുക്ക് വേറെ അഡീഷണൽ താറിൻ്റെ ഫീച്ചേഴ്സായിട്ട് നമുക്ക് ഇൻസൈഡ് നോയ്സി അല്ല, നല്ല രീതിയിൽ ഇൻസുലേഷൻ വരുന്ന ഒരു എൻജിൻ ബേ കാര്യങ്ങളൊക്കെയാണ് ഇതിന് വരുന്നത്. പിന്നെ ഓട്ടോമാറ്റിക് AC അല്ല, മാനുവൽ AC ആണ് വരുന്നത്. നല്ല കൂളിംഗ് ഉള്ള AC ആണ്. പിന്നെ റെയറിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ 2 സീറ്റ്, അത് നമുക്ക് അത്യാവശ്യം 2 പേർക്ക് തന്നെ നല്ല സുഖമായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇൻസൈഡ് ഔട്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ പ്രൈസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 13,50,000 ആണ് ഇതിൻ്റെ പ്രൈസ് ചോദിക്കുന്നത്. 5 ഡോർ താറ് എല്ലാവരും പറയുന്നു കണ്ടമാനം നമുക്കിനിയും സെയിലിന് വരും. അങ്ങനെയൊന്നും വരാനുള്ള ചാൻസസ് ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ വീൽ ബേസ് കുറഞ്ഞ, അതായത് ഡിഫൻഡർ തന്നെ 5 ഡോർ ഇറക്കിയിട്ട് അതിൻ്റെ 3 ഡോർ വേർഷൻസ് ഇപ്പോഴാണ് അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയുടെ ഒക്കെ കാര്യം, വെളിയിൽ ഇറങ്ങുന്നൊരു ഗ്രാൻഡ് വിറ്റാര ഉണ്ട്. അതിൻ്റെ 5 ഡോറും ഉണ്ട്, അതിന് 3 ഡോറും ഉണ്ട്. 3 ഡോറാണ് നമുക്ക് കുറച്ചും കൂടെ അവിടെ ഡ്രസ്സ് സഫാരിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പജീറോയ്ക്കും ഒരു 3 ഡോർ വേർഷൻ ഉണ്ട്. അതിനൊക്കെ നല്ല ഡിമാൻഡ് ഉള്ളതാണ്. പക്ഷേ ഇന്ത്യയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മഹേന്ദ്ര ഫസ്റ്റ് 3 ഡോർ ഇറക്കിയിട്ട് 5 ഡോർ ഇറക്കിയത് കൊണ്ടാണ് അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഇപ്പം നടക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആദ്യം 5 ഡോറും പിന്നീട് 3 ഡോറും ആണ് ഈ ഒരു സെഗ്മെന്റ് SUVs ഒക്കെ നമുക്ക് വന്നുകൊണ്ടിരുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഫോർച്യൂണറിൻ്റെ ഒക്കെ 3 ഡോർ വന്നു കഴിഞ്ഞാൽ ഒരു വേറൊരു ഡിഫറെൻറ്റ് ആസ്പെക്റ്റ് ആയിരിക്കും. കാരണം 3 ഡോർ SUV എന്ന് പറയുമ്പോഴത്തേക്ക് അത് ക്രൂയിസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, വളരെ നല്ല ഒരു ഡൈനാമിക് ആസ്പെക്റ്റ് ആണ്. ഒരു ഡൈനാമിക് റേഞ്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ബോഡി റോളിങ് കാര്യങ്ങളൊക്കെ വളരെ സ്റ്റിഫായിരിക്കും, വളരെ പക്കയായിരിക്കും. നമ്മുടെ ജിപ്സിയുടെ ഒക്കെ ജിപ്സിയുടെ ആ ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു ഗ്രിപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഫീലായിരിക്കും നമുക്ക് 3 ഡോറിൽ കിട്ടുക. അപ്പോൾ ആ ഒരു 3 ഡോർ താറാണ് നമുക്കിപ്പോൾ ഇത് സെയിലിന് വന്നിരിക്കുന്നത്. പക്ഷേ നമുക്കിത് ഫ്രണ്ട് വീൽ ഡ്രൈവ് ഡീസൽ മാനുവൽ ട്രാൻസ്മിഷനാണ്. ടു വീൽ ഡ്രൈവ് ആണ് ഇതിന് വരുന്നത്. മാനുവലാണ്. ഇതിൻ്റെ ഗിയർ നോബ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ AC സ്വിച്ചസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും താർ എന്ന് പറയുന്ന ഒരു വികാരമാണ് എല്ലാവർക്കും. പിന്നെ അലോയ് വീല് കാര്യങ്ങളൊക്കെ വരുന്ന താറിൻ്റെ റോക്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ 23 lakhs ഒക്കെ വരും.
18 ലക്ഷത്തിൻ്റെ ഒക്കെ നമുക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് 18 ലക്ഷം 20 ലക്ഷത്തിൻ്റെ അടുത്തുള്ള വേരിയൻറ്റിൽ പോലും നമുക്ക് ഈ പറഞ്ഞ പോലത്തെ ഇതിലുള്ള ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല, അലോയ് വീൽസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ എന്തായാലും നല്ലൊരു ഓപ്ഷനാണ് ഈ താർ 3 ഡോർ എന്ന് പറയുന്നത്. താർ 3 ഡോറും 5 ഡോറുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നമുക്ക് പറഞ്ഞാൽ ധാരാളം വീഡിയോസ് ഓൺലൈനിൽ നമുക്ക് അവൈലബിൾ ആണ്. ഒരു എസ് യു വിസ് ധാരാളം നമുക്കിവിടെ അവൈലബിൾ ആണ്. കോമ്പാക്ട് എസ് യു വിസ് അതുപോലെ തന്നെ ഇന്നോവ ഒക്കെ നമുക്കിവിടെ 4 വീൽ ഡ്രൈവിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനത്തെ പറ്റി സംശയം ഉണ്ടെങ്കിൽ ഇവിടെ കിടക്കുന്ന എല്ലാ വാഹനങ്ങളുടെയും ഡീറ്റെയിൽസ് ഞാൻ ഈ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു ഹായ് അയച്ചു കഴിഞ്ഞാൽ ഒരു കാറ്റലോഗ് അയച്ചു തരും. എല്ലാത്തിൻ്റെ ഈച്ച് ആൻഡ് എവരി വൺ ഇവർ ഇവിടെ സൈറ്റിൽ അതുപോലെ തന്നെ വാട്സപ്പിലെ തന്നെ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിടക്കുന്ന ഇവരുടേതായിട്ടുള്ള വാഹനങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് ഈ വീഡിയോയിൽ പരിചയപ്പെട്ട മഹേന്ദ്രയുടെ താറാണ്. താർ 3 ഡോർ വെർഷനാണ്. 4x4 ബാഡ്ജിങ് ഉണ്ടെന്നേ ഉള്ളൂ. 3 ഡോറാണ്. ഇതൊക്കെ ഈ ക്രോമും ഇൻസെർട്സും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തതാണ്. താർ 3 ഡോർ 2023 മോഡലാണ്. ആസ്കിംഗ് പ്രൈസ് 13.5 ലാക്കാണ്. അപ്പോൾ അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് സക്രിയ സ്റ്റീഫൻ സൈനിങ് ഓഫ് ഫ്രം ഡ്രീം ക്യാപ്ചർ. നമ്മളിവിടെ വന്നേ 15 വണ്ടി കൊടുക്കാൻ ഞാൻ വീട്ടിൽ